ഇനിയൊരു പ്രത്യേക കാര്യം, പുറത്തുപോയവർ തിരികെ വന്നത് ഫിനാലെ വീക്കിൽ എത്തി നിൽക്കുന്ന 7 പേരെയും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ആത്മവിശ്വാസമേകാനുമാണ്. അവരെ മാനസികമായി തളർത്താൻ വേണ്ടിയല്ല. പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് നിങ്ങളോട് പല തവണ പറഞ്ഞതാണ്. അങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു പിന്തുണയല്ല, അവരുടെ മനോവീര്യം തകർക്കലാണ്. അത് വളരെ മോശം പ്രവൃത്തിയാണ്. അത് പാലിക്കാനുള്ള മര്യാദ എല്ലാവരും കാണിക്കണം. വീണ്ടും ആവർത്തിച്ചാൽ ഉടനെ ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരേണ്ടി വരും. അത് നാണക്കേടാകും. അത്രേ ഉള്ളൂ. ഈ ബിഗ് ലൂസ് 7 എന്ന് പറഞ്ഞ പരിപാടിയെ നാണക്കേടാണ്, അലമ്പ് പരിപാടി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ടോപ്പ് 7 ആണത്രേ ഫൈനലിസ്റ്റിൽ. എന്തുവാടേ ഇത്? 7 വർണ്ണങ്ങളും മഴവില്ലൊക്കെ ചേർത്ത് ഈ പരിപാടിക്കാണോ അത്? എന്തുവാണ് ഇവർ കാണിക്കുന്നത്? ടോപ്പ് 5 ഒക്കെ ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടും. ടോപ്പ് 6ഉം സഹിക്കാം. ടോപ്പ് 7 എല്ലാവരും അവിടെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. പുറത്തു നിന്ന് അകത്ത് വന്ന ആളുകൾ ഇവരെ മാനസികപരമായിട്ട് തന്നെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്ക കാര്യത്തിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് അനുമോളാണ്. അനുമോൾ അത് ഡിസർവ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% ഞാൻ ശരിയാണെന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ കുറെ ആൾക്കാർ എന്നെ കമന്റ് ഇടുന്നുണ്ട്, നീ അനുമോളുടെ PR ആയിരുന്നില്ലേ, പിന്നെ എന്താ ഇപ്പൊ അനീഷിന്റെ PR എന്ന്? എന്തൊക്കെയാടേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അനുമോളെ കൂട്ടമായി ആക്രമിച്ച സമയങ്ങളിലൊക്കെ അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടെ നിന്നിട്ടുണ്ട്. ഒരു തർക്കം വേണ്ട, എന്റെ വീഡിയോസ് വേണമെങ്കിൽ പരിശോധിച്ചോ. പക്ഷെ ചില കാര്യങ്ങൾ അനുമോളുടെ നിലപാടുകൾ ശരിയല്ല എന്ന് തോന്നുമ്പോൾ എന്റെ മാന്യമായ രീതിയിലുള്ള പ്രതികരണം അതിനും വന്നിട്ടുണ്ട്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തത് ഇനിയും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പ്രേമത്തിന്റെ ഒരു നുണച്ചങ്ങലയിൽ കൊടുക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യത്തിൽ അത് അനുമോളുടെ ഭാഗത്ത് 100% തെറ്റുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ അനുമോളെ എതിർത്ത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, അനീഷേട്ടനെ എന്തുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് തന്നെ അറിയാം. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ മാത്രം മതി. അനീഷേട്ടൻ അവിടെ ഒരു സ്ത്രീ അപമാനിച്ചിട്ടില്ല, ഒരു വൃത്തികേടും അവിടെ കാണിച്ചു കൂട്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളും ഇൻക്ലൂഡ് അനു അടക്കം അവിടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പോ പുറത്തുനിന്ന് അകത്ത് വന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതും അതല്ലാതെ തന്നെ 24x ലൈവ് കാണുന്ന ആളുകളും കണ്ടിട്ടുണ്ടാവും. പല ആളുകളും എപ്പിസോഡ് മാത്രം കണ്ടുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് പലരെയും. വീട്ടമ്മമാർക്കൊന്നും 24 മണിക്കൂർ ഇത് കാണാൻ കഴിയില്ല. അനുമോൾ എന്താണ് ഏതാണെന്നൊക്കെ. ഇപ്പൊ സമയം പുലർച്ചെ 2:30. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ട്സ്റ്റാറിൽ. ഇത് ഹോട്ട്സ്റ്റാറിലാന്നൊക്കെ തോന്നുന്നുണ്ടോ? ഹോട്ട്സ്റ്റാറിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് കണ്ടുകൊണ്ട് ഉറങ്ങുന്ന സമയം ഇവരുറങ്ങുമ്പോഴാണ്. ഓക്കെ, നമുക്കിതിൽ സാമ്പത്തിക നേട്ടമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നിലപാട് എന്നൊരു കാര്യം, അതേപോലെ ജെനുവിനിറ്റി, അതും കറക്റ്റ് ആണ് എന്നുള്ളതാണ്. എന്റെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിക്കണമെന്നൊന്നുമില്ല. ചില ആളുകൾ അമിതമായി ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവർ വന്ന് തെറി വിളിക്കാനും കമന്റ് ചെയ്യാനും, നീ ആ PR അല്ലേ ഈ PR അല്ലേ എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ശരികൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അവരെങ്ങനെ PR ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അനുമോൾ അവിടെ പണം കൊടുത്തു എന്നുള്ള കാര്യം അത് കൃത്യമായി അനുമോളും സമ്മതിക്കുന്നു, പുറത്ത് PR വാങ്ങിയ ആൾ സമ്മതിക്കുന്നു, ശൈത്യ വന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്രാവശ്യം അനുമോൾ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ PR-ന് ഒരു കപ്പ്, PR-ന് തന്നെയാണ് അത് കിട്ടുന്നത്, വേറെ ആർക്കാ കിട്ടുന്നത്? അനീഷേട്ടൻ കപ്പടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് കിട്ടി എന്ന് തന്നെ ആളുകൾ പറയും. ഷാനവാസ്ക്ക് കപ്പടിച്ചാൽ അത് തന്നെ ആളുകൾ പറയും. നേരെ തിരിച്ച് അക്ബറും പിന്നെയും ചിന്ത എന്ന ഒരാളുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് എന്ത് PR. അത് കൃത്യമായി പുറത്തു വന്നില്ലേ? എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നില്ലേ? ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറണ്ട. പുറത്തു നിന്ന് അകത്ത് വന്ന ആളുകൾ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. എല്ലാ സീസണുകളിലും അവരെല്ലാവരും വന്നാൽ അവരുടെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും. ആകെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ഇതിനകത്ത് കണ്ടുള്ളൂ. പുറത്തുനിന്ന് അകത്ത് വന്ന ആര്യൻ എന്ന് പറയുന്ന വ്യക്തി, സ്പോർട്സ് മാൻ, അയാൾ പറയുന്നുണ്ട് അക്ബറിനോട്, എന്റെ പൊന്നു മോനെ അക്ബറെ ബഹളം വെക്കല്ലേ, നീ മത്സരാർത്ഥിയാണ്, ബാക്കിയുള്ള ആളുകൾ മത്സരാർത്ഥികളല്ല, നീ കപ്പടിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ശബ്ദമുണ്ടാക്കരുത്, തല്ലുണ്ടാക്കരുത്, ബഹളം വെക്കരുത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ പയ്യന്. എന്റെ പൊന്നു മോനെ, അത് മനസ്സിലാക്കാനുള്ള ബോധം അവനില്ല. അവളെ ഞാൻ ഇടിക്കും, അതാക്കും, ഇതാക്കും. ആദില അപ്പൊ തന്നെ പിരികേറ്റി കൊടുക്കുന്നുണ്ട്. ആദിലൊക്കെ എങ്ങനെയും 100 അങ്ങോട്ട് ടോപ്പിലെത്തിക്കണല്ലോ. നീ ഇടിച്ചാ ഞാനും വരാന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ തുടക്കടാന്നൊക്കെ. നമുക്ക് ബിഗ് ലൂസ് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്, നമുക്കതൊക്കെ ഒന്ന് കേൾക്കാം അല്ലെ. മത്സരാർത്ഥികൾ 7 പേരും എഴുന്നേറ്റ് നിൽക്കൂ. നിങ്ങൾ ഫൈനൽ 7 ആണ്. അടുത്ത തവണ ഫൈനൽ 8 ഉണ്ടാവും, ഫൈനൽ 9 ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 20-25 ആളല്ലേ. ടോപ്പ് 25 വരെ ഇവർ എത്തിക്കും കേട്ടോ. നല്ല പരിപാടിയില്ലേ. 7 വർണ്ണങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഓരോ പരിപാടികൾ നല്ലത് എന്ത് പറയാനാണ്. അതിലെ 100 ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാകാം. കൊള്ളാം, തുടർന്ന് കേൾക്കാം. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്.
25 പേരിൽ നിന്നും. അതിന്റെ ആത്മവിശ്വാസം കാണിക്കാനുള്ള സമയമാണിത്. ഫിനാലെ മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഇപ്പോഴും പുറത്തുനിന്ന് വന്നവർ എന്തു പറഞ്ഞാലും അതിൽ എന്തെടുക്കണമെന്ന് യുക്തിപൂർവം ആലോചിക്കേണ്ടത് നിങ്ങളാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഫോക്കസ് മത്സര വിജയമാകട്ടെ. പ്രേക്ഷകർ നിങ്ങൾക്ക് ഇപ്പോഴും വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. എന്താല്ലേ പ്രേക്ഷകർ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഏത് പ്രേക്ഷകരെ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്? പണം കൊടുത്തു പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ആളുകളോ? ഹിന്ദി PR-നെയും തമിഴ് PR-നെയും പിടിച്ച് വോട്ട് വാങ്ങുന്ന പരിപാടിയോ? ഏത് ജനങ്ങളാണ്? ഞങ്ങളെ പോലെയുള്ള ആളുകൾ പൊട്ടന്മാരാവുകയാണെന്നുള്ളതാണ്. നമ്മളൊക്കെ വോട്ട് ചെയ്യുമ്പോൾ അതൊന്നും ഏൽക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. 1000 10,000 ഒക്കെ അവിടെ ഇവിടെയൊക്കെ വാരി എറിഞ്ഞിട്ട് നോമിനേഷനിൽ വരുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി PR-കൾ ഇങ്ങനെ കൂനയായി നിൽക്കുമ്പോ നമ്മളെ പോലെയുള്ള പാവപ്പെട്ട സാധാരണക്കാര് പൊട്ടന്മാരാവുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അടിപൊളിയാണല്ലേ? ഇവിടെ കൃത്യമായി എല്ലാവരുടെയും PR-നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. ഇവിടെ ജെനുവിനായി നിൽക്കുന്ന ഒരു അലമ്പും കളിക്കാതെ മുന്നോട്ട് വന്ന ആളുകൾ ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗെയിം നോക്കിയാണ് ജയിപ്പിക്കുന്നത് എങ്കിൽ പോലും അനുമോളൊക്കെ ബാക്കിലാണ്, ഒരുപാട് ബാക്കിലാണ് അല്ലേ? അവിടെ നൂറയൊക്കെ മുന്നിൽ വരേണ്ടി വരും. പക്ഷെ നൂറയുടെയും ആദിലയുടെയും ഒക്കെ സ്വഭാവം തന്നെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് അവരോടും താല്പര്യമില്ലാതെ ആവുന്നു എന്നുള്ളതാണ്. ഇവിടെ ബഹളങ്ങൾ ഉണ്ടാക്കാത്ത മനുഷ്യന്മാര് അനീഷേട്ടൻ, ഷാനവാസ്, നെവിൻ, ഈ 3 പേര് ഈ സീനിൽ ഇല്ല കേട്ടോ. നെവിനൊക്കെ എന്തെങ്കിലും വന്ന് ഇടക്ക് മിണ്ടി പോകുന്നല്ലാതെ ബഹളം വെക്കുന്നതിലില്ല. അനീഷേട്ടൻ തീരെ ഇല്ല. ഒരു പ്രശ്നം വരും പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാരും കൂടെ മിണ്ടല്ലടാ എന്ന് പറയുന്ന അവസ്ഥയാണെന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള ആളുകൾ അക്ബറിനൊക്കെ അനുമോളെ തല്ലണം എന്ന രീതിയിലാണ്. ആദിലക്ക് നൂറൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. പിന്നെ ബഹളത്തിന്റെ അങ്ങേയറ്റ അനുമോള് കാരണം കൂടിയാണെന്നുള്ളതാണ്. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ വോട്ട് ചെയ്യും. മുന്നോട്ട് പറ്റില്ല. ഈ ഒരു സ്വഭാവം വെച്ചിട്ടുള്ളവർ എനിക്ക് വേണ്ട. ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ എനിക്കത് വേണ്ട. ഉള്ള കാര്യം പറയാല്ല, എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ട. ഈ എന്തെങ്കിലും ഇപ്പൊ അഭിപ്രായ വ്യത്യാസത്തിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊരു പ്രശ്നം നടക്കുമ്പോ ഞാൻ ഇത് അറിഞ്ഞ കാര്യമല്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല. ഞാൻ ഇല്ലാത്ത കാര്യം തലയിൽ വെച്ച് ഒരാള് ഒരു സംഭവം ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ തലയിലേക്ക് വെച്ചു വരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അനുമോള് പറഞ്ഞിരുന്നത്. അതായത് ബിൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തില് ആദിലക്ക്, നൂറക്കും, ശൈത്യക്കും ഒരേപോലെ പങ്കുണ്ട്. ഇത് കേട്ടു നിന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഷാനവാസ്ക്ക് പങ്കുണ്ട് അല്ലെ? അവരെ സംസാരിക്കുന്ന സമയത്ത് പറയായിരുന്നു, അതിലെയും നൂറയും ഉണ്ടായിരുന്നല്ലോ സംസാരിക്കുമ്പോ എന്ന് പറയായിരുന്നു. പക്ഷെ ആള് മിണ്ടിയില്ല. ആള് ഇപ്പൊ കുറച്ചു നേരത്തെ ആള് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മനഃപൂർവ്വം മിണ്ടാതിരുന്നതാണ്. എനിക്കറിയാലോ ആ വിഷയം. അനുമോള് മാത്രമല്ലല്ലോ എന്ന വാക്കോട് ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ബിൻസി അപ്പാനി വിഷയത്തില് ആ ഒരു ഡയലോഗ് അടിച്ചത് അല്ലെ? ശരിയാണ്, ഇവരെല്ലാവരും അനുമോളെ തിരിഞ്ഞു കുത്തി. അനുമോൾ അതിലുണ്ട്. അപ്പൊ ആരാണ് കേമൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും കണക്കാ. പിന്നെ കുൽസിത വിഷയത്തിൽ അനുമോൾ എടുത്ത നിലപാട് ഞാനത് കണ്ടു. ലാലേട്ടൻ ചോദിച്ചപ്പോ പോലും ഒരൊറ്റക്കാലിൽ ഒരൊറ്റ നൃത്തം നിന്നപ്പോ ആ ഒരു വിൽ പവറിനാണ് നമ്മളെല്ലാവരും കൂടെ നിന്നത്. അത് കൂടാതെ തന്നെ ഒരുപാട് രീതിയിൽ അത് ആര്യൻ തന്നെ അവന്റെ വായൽ നിന്ന് തന്നെ പല കാര്യങ്ങൾ പിന്നീട് വന്നു. ജിസേലല്ലല്ലോ അതല്ല, ഞാൻ വലിച്ചിടുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഞാനൊക്കെ വീട് ചെയ്തിട്ടുള്ളത്. എന്നാൽ മറ്റു ചില പ്രശ്നങ്ങളിൽ അനുമോൾക്ക് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇവിടെ ആദിലയും നൂറയും അനുമോളും കണക്കാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിലൊന്നും ഇല്ല കേട്ടോ, സീനിലൊന്നും ഇല്ലാത്ത 2-3 ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യോ? PR-ഏ പാവപ്പെട്ട കുറെ ആളുകളുണ്ട്, അവർക്ക് വോട്ട് കിട്ടുന്ന നശിപ്പിക്കല്ലേ. ഫ്രണ്ട്ഷിപ്പ് തന്നെ അവിടെ കട്ട് ചെയ്ത് ആലോചിച്ച് നോക്കണേ. അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്നും അങ്ങനെ അല്ലായിരുന്നു എടുത്തത്. അതിലിത്തിരി വിഷമമുണ്ട് അല്ലേ? അല്ല ഞാൻ പറഞ്ഞ ഇന്നലെ അവള് തന്നെ അവൾക്ക് ഗെയിം മാത്രമേ ഉള്ളൂ. പറഞ്ഞല്ലോ നിങ്ങളോടല്ലേ ഗെയിം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആരെയും കോണ്ടാക്ട് ചെയ്യത്തില്ല, അവള് ബിസി ആയിരിക്കും എന്ന് തന്നെ പറഞ്ഞില്ല. മെയിൻ കട്ടപ്പന്മാരിൽ ഒരാളാണ് നൂറ, പിന്നെ ആദില. നൂറയാണ് പറഞ്ഞത് ഞങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇതേ നൂറ തന്നെ അനുമോളെ പിന്നിൽ നിന്ന് നല്ല കുത്തി അല്ലെ? ആ സമയത്ത് എന്താണ് നിന്റെ PR അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അനുമോള് തിരിച്ചു ചോദിച്ചു, നീ എന്താ അങ്ങനെയൊക്കെ പറയാതെ എനിക്ക് വിഷമായി. നിനക്ക് വിഷമാവണം. എനിക്ക് ശത്രുവായി തോന്നുന്ന ഏതൊരു മനുഷ്യനെ വേദനിപ്പിക്കും ഞാൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ലൈവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉമ്മയെ കുറിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേ വ്യക്തികൾ തന്നെ വോട്ടിന് വേണ്ടി ബിഗ് ബോസിന് അകത്ത് ചെന്ന് പറഞ്ഞ ഡയലോഗുകൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞങ്ങളെ മാതാപിതാക്കൾ ഒന്ന് വന്നെങ്കിലേ എന്നുള്ളത്. അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നൊന്നും ഞാൻ നോക്കിയില്ല.
ഞാൻ വേദനിപ്പിക്കും, നാക്കുകൊണ്ട് വേദനിപ്പിക്കും എന്ന് പറഞ്ഞ ഇവരൊക്കെ എന്ത് സൗഹൃദമാണ് സൂക്ഷിച്ചത്? അനുമോളും അങ്ങനെ തന്നെയായിരുന്നു. വായിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവരെയൊന്നും സുഹൃത്തുക്കളായിട്ട് കണ്ടിട്ട് പോലില്ല. ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അനീഷേട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞ സമയത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അനുമോൾ അത് ആരോടെങ്കിലും പറയണമെന്ന രീതിയിലാണ് ആദിലെടുത്ത് പോയത്. ആദിലെടുത്ത് പോയി പറഞ്ഞു, ആദിലയോട് അത് തുറന്നു പറയുകയും ചെയ്തു, എനിക്കിത് ആരോടെങ്കിലും പറയണ്ടേ എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇവരൊക്കെ യൂസ് ആൻഡ് ത്രോ മൈൻഡ് ആണ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല ഗെയിം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ലീവ് ചെയ്ത് നിങ്ങൾ അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി നിൽക്കണമായിരുന്നു. നമ്മൾ സ്കൂളിലോ കോളേജിലോ പഠിക്കാനല്ല പോയിട്ടുള്ളത്, നിങ്ങളവിടെ ഗെയിം കളിക്കാനാണ് പോയിട്ടുള്ളത്. സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പോയിട്ടുള്ളത്? അല്ല, കപ്പടിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ചു കാലം അവിടെ നിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. അത് ചെയ്യാ പോരുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കടന്ന് കരയേണ്ട എന്ത് കാര്യമുള്ളത്? ശൈത്യാണ് ചോദിക്കുന്നത്. സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ വന്നതല്ല ആണോ? ഗെയിം മാത്രമാണോ? പിന്നെ എന്തുണ്ടാക്കിയാണ് പോയിട്ടുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാടാനും തല്ലുണ്ടാക്കാനും കപ്പടിക്കാനും വേണ്ടി തന്നെയാണ് പോയിട്ടുള്ളത്. പല ഫേക്ക് ഡ്രാമ കളിച്ചിട്ട് കപ്പടിക്കാൻ വേണ്ടി തന്നെ പോയിട്ടുള്ളത്. തലമറന്ന് എണ്ണ തേച്ച അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക, ഉറുമ്പ് കടിക്കും. പിന്നെ മീഡിയക്കാരെങ്കിലും എന്റെ വീട്ടിലെല്ലാം പോവുകയും ചെയ്താ അതൊക്കെ എല്ലാവരുടെയും പോടി. ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പറഞ്ഞതാണ്, ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ. നിനക്കൊന്നും അങ്ങനെ ആരെയും വരികയാണെങ്കിലും അതൊക്കെ വിട്, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മീഡിയക്കാരെങ്കിലും എന്റെ വീട്ടിൽ വല്ലതും പോവുകയെല്ലാം ചെയ്തോ? ഇങ്ങനെ ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്, ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആ ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോർ തുറന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയാ. അവരൊക്കെ എന്താണ് അഥവാ ഇനി അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മോശം വരുന്നൊരു കാര്യം, അവര് പുറത്തിറങ്ങിയാൽ ശരിയാവൂല. അവര് പുറത്തിറങ്ങിയാൽ ശരിയാവൂല എന്നുള്ളത് എത്രയോ ഇന്റർവ്യൂസ് ഇതിനോടൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതായത് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ അങ്ങനെയൊന്നും ചെയ്യരുതിട്ടാന്നുള്ളത്. വീട്ടുകാർ നടന്ന് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഏതൊരു മത്സരാർത്ഥിയുടെ ഫാമിലി അങ്ങനെ തന്നെ ചെയ്യാവൂ. എല്ലാ ഫാമിലിയൊക്കെ ഇവൾക്കെതിരെ കേസൊക്കെ കൊടുത്തു, ലക്ഷ്മിക്കെതിരെ കേസൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അത് അത്ര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചിലപ്പോ ചില സമയത്ത് കുറെ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും, അത്രേ പറയുന്നുള്ളൂ. ഈ ഗെയിം കളിക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടി കളിക്കുന്നുണ്ട്. അവർക്ക് അറിയാം, മനസ്സിലായോ? അവര് ഏതറ്റം വരെയും നിന്റെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാനും നോക്കുള്ളൂ. ഞാൻ പറയുന്നത് അറിയോ, നീ ആരുടെ കുടുംബക്കാരെടുത്തോ, അവര് നമ്മളെ അറിഞ്ഞാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങളറിയാതെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക? സ്വന്തം മക്കളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എന്റെ അമ്മ വന്നപ്പോ എന്നെ നല്ല സപ്പോർട്ടായിരുന്നു എന്നുള്ളത്. പിന്നെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യാണ്ട്? എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരുണ്ടാവും, ന്യായീകരണങ്ങളും ഉണ്ടാവും. അത് അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഓണിയിലെ ഒരു കോമഡി ഉണ്ട് മോനെ, എന്റെ പൊന്നു. 63 ദിവസം അതിന്റെ അകത്ത് നിന്നിട്ട് ഔട്ടായതിനു ശേഷം കയ്യിൽ 63 എന്ന് പച്ച കുത്തിയിരുത്തറേ വലിയ എന്തോ സാധനം നേടി എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. അല്ല, അവർക്ക് വലിയ നേട്ടങ്ങളായിരിക്കും, പക്ഷെ എനിക്ക് ഇത് കേൾക്കുമ്പോ കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പച്ച കുത്തിയിരിക്കാണ് പഹയൻ പുറത്തത് അവിടെ തലയിൽ ഇവിടെ എഴുതിയിരിക്കണ ബിഗ് ബോസിന്റെ എംബ്ലം 63 അഭിമാനമായിട്ട് 63 ദിവസം അഭിമാനമായിട്ട് പച്ച കുത്തി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 ദിവസം നിന്ന് നമ്മളെ അഭിമാനം എവിടെയാണ് കിടക്കുന്നത്? അത് പക്ഷെ പുറത്ത് കാണുന്നവർക്ക് മനസ്സിലാവില്ല അല്ലേ? അതൊക്കെ ഞാൻ ഒരു കാര്യം അവര് വളരെ 1 മണിക്കൂറല്ലേ അവര് കാണുന്നുള്ളൂ. 1 മണിക്കൂറോ? താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ്. നിങ്ങളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പാവം വീട്ടമ്മമാർക്ക് അറിയില്ല, നിങ്ങളെ സീരിയലും ഡമാർപ്പടാറിലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇപ്പത്തെ സമയത്തോ 2:28 ഹോട്ട്സ്റ്റാർ ലൈവ്. മൂന്നാമത്തെ ദിവസം ഇയാൾക്ക് ഫസ്റ്റ് കൊടുക്കണോ പ്രവീണ് ഫസ്റ്റ് കൊടുക്കണോ എന്ന് രണ്ടുപേരും ഈക്വലി പെർഫോം ചെയ്തു കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്നേ പറയാനുള്ളൂ, 100 ദിവസം അവിടെ നിന്നാൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നത് പോലെ തന്നെ നിങ്ങളുടെ PR അവിടെ കിടന്ന് അഭിമാനം കൊള്ളുന്നുണ്ടാവും. ഇവിടെ ഷാനവാസ്കയുടെ PR എത്രത്തോളം പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന് എനിക്ക് അറിയില്ല, ഇനി ഉണ്ടോന്ന് അറിയില്ല. കാരണം ഞാനിപ്പോ ഏറ്റവും കൂടുതൽ കാണുന്ന PR അനുമോളുടെ മാത്രമാണെന്നുള്ളതാണ്. വേറെ ആരെ PR വർക്കും കാണുന്നില്ല. ഇപ്പൊ ഞാനൊരു പോള് വെച്ചാൽ പോലും ആ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോലും വരുന്നത് അനുമോൾക്കാണെന്നുള്ളതാണ്. ആ പോളിൽ പോലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആ 1 മണിക്കൂർ മാത്രം വീഡിയോ കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഇതേപോലെ ഇരുന്ന് പണിയെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ പണി ഇതായതുകൊണ്ട് തന്നെയാണ് ഇരുന്ന് കണ്ടുകൊണ്ടൊരു വിലയിരുത്തലിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അനുമോളുടെ ഒരു ഗെയിമിൽ ഗെയിമർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അതായത് ബിഗ് ബോസിനകത്ത് കൊടുക്കുന്ന ടാസ്കുകൾ
ഇതിലൊന്നും അനുമോള് വലിയൊരു പ്ലെയർ ആയിട്ടൊന്നും മാറിയിട്ടില്ല. പിന്നെ നോമിനേഷൻ വരുമ്പോ അവരിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ PR വർക്കിലെ ആളുകളും കിടന്ന് വോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ കോൺട്രവേഴ്സികൾ ഏറ്റവും കൂടുതൽ ഇപ്പോ മറ്റുള്ള ആളുകളുടെ സദാചാര പോലീസ് ചമയുന്ന കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി വന്നത്. പിന്നെ കിച്ചണിൽ ഒരുപാട് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടൊക്കെ ഇതിൽ കയറി ഇടപെട്ടിട്ടും മാറി നിൽക്കേണ്ടടുത്ത് പോയിട്ട് വെറുതെ വന്ന് പെട്ടിട്ടൊക്കെയാണ് അനുമോള് കണ്ടന്റ് കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും മോശപ്പെട്ട കണ്ടന്റുകളിൽ ഒന്ന് അനീഷേട്ടന്റെ ലവ് ട്രാക്കിൽ വീഴ്ത്തിയതാണ്. ഈ ഒരു കാരണങ്ങളൊക്കെയാണ് നെഗറ്റീവുകൾ അല്ലെ. എന്നാൽ പോസിറ്റീവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ക്യൂട്ട്നെസ് വാരി വിതറി. അത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം. ആർക്കാണ് ആ ഇഷ്ടം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഫാൻ ബോയ്സ് അങ്ങനെ പറയേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഇവൾ ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇഷ്ടമായിട്ടുണ്ടാകാം. അത് രണ്ടാമത്തെ കാര്യമാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മനുഷ്യത്വത്തിന്റെ കാര്യം, ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് ഹ്യൂമാനിറ്റി ഉണ്ട്, എന്നാൽ അതിനേക്കാൾ മുകളിൽ ഹ്യൂമാനിറ്റി ഇല്ല എന്ന് പറയേണ്ടി വരും. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചില കട്ടിങ്ങുകളും വീഡിയോസും മാത്രം കണ്ടുകൊണ്ട് വിലയിരുത്തുന്നത് ശരിയല്ല. ഇപ്പൊ അനീഷേട്ടന്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്കുകൾ ഉണ്ട്. ആ മിസ്റ്റേക്കുകൾ എന്താ പറയുക, ഒരു കാര്യം തന്നെ ഒരുപാട് തവണ പറയും എന്നുള്ളതാണ് വലിയ മിസ്റ്റേക്ക്. അതല്ലാതെ ഒരു ആരെങ്കിലും അടുത്ത് പോയിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞ് തല്ലുണ്ടാക്കിയ ബഹളം വെക്കി പരിപാടിയൊന്നും ആളിലില്ല. ആള് മാന്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊക്കെ അതിൽ ചെറിയ രീതിയിലാണെങ്കിലും വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുറത്തുനിന്ന് അകത്ത് വന്ന പല ആളുകളും ചിലപ്പോ ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീണ്ടും അവരുടെ മുഖം ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അവർക്കൊക്കെ നെഗറ്റീവ് ആയിട്ടുണ്ട്. ആകെ ഒരു രണ്ടാൾക്ക്, ഗിസേലിനും അതേപോലെ ആരിനും മാത്രമാണ് നെഗറ്റീവ് നെയിം ഇല്ലാത്തത്. അപ്പൊ വീണ്ടും വരെ കേട്ടോ, ലൈവില് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്. അപ്പോ വീണ്ടും വരെ പുതിയ അപ്ഡേഷന്റെ സന്ദീപ് സൈനിങ് ഓഫ്.